കുറച്ച് ദിവസമായിട്ട് ഇടിയപ്പം കഴിക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹം. ഇടിയപ്പം എന്നല്ല, നൂൽപുട്ടെന്നാണ് ഞാൻ പറയാറ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ശീലിച്ചതാണ് ഇടിയപ്പം എന്ന് പറയാൻ വേണ്ടിയിട്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷേ ഇടിയപ്പം മേക്കർ മാത്രമല്ല. അപ്പോൾ ഡ്യൂട്ടി കഴിയപ്പോൾ ഞാനും ഒക്കെയും കൂടി ഇടിയപ്പം മേക്കർ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി. എനിക്ക് പിന്നെ ഇങ്ങനത്തെ മേക്കർ വേണം, അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല. ഇടിയപ്പം ആയാൽ മതി, ഞാൻ കഴിക്കും. പക്ഷെ അക്കയ്ക്ക് ഒരേ നിർബന്ധം, വുഡിൻ്റെ തന്നെ വേണം, അപ്പോഴേ അത് സോഫ്റ്റ് ആവോ തിന്നാവോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു ഞങ്ങൾ. 2-3 ഷോപ്പിൽ കയറി ഇറങ്ങി. അവിടെയൊക്കെ ഒന്നല്ലെങ്കിൽ അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. വുഡിൻ്റെ കിട്ടാനില്ല. വോക്കൊക്കെ കഴിഞ്ഞ് ആകെ ടയേർഡാണ് രണ്ടുപേരും. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരില്ല, ഞാൻ വേറൊരു ദിവസം ഉണ്ടാക്കാം, ഇപ്പം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. സംഭവം എനിക്കാണ് കഴിക്കാൻ ആഗ്രഹം, ഞാനാണിത് കഴിക്കാൻ തോന്നുന്നു പറഞ്ഞേ. പക്ഷെ അക്കയ്ക്ക് ഒരേ വാശി, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇന്ന് ഞാൻ അത് വാങ്ങിയിട്ടേ തിരിച്ചു പോവുള്ളൂ. അങ്ങനെ കണ്ട കടകളിൽ മൊത്തം കയറി ഇറങ്ങി. പക്ഷെ എവിടുന്നും ഇടിയപ്പം മേക്കർ മാത്രം കിട്ടിയില്ല. ഈ പറഞ്ഞ പോലെ സ്റ്റീലുണ്ട്, പക്ഷേ വുഡില്ല. യൂഷ്വലി വുഡ് ഉണ്ടാവുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലോ അപ്പോൾ സ്റ്റോക്കും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വന്ന കാര്യം എന്തിനാന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും മറന്നുപോയി. അപ്പോഴാ പെട്ടെന്ന് ഓർമ്മ വന്നേ, അക്കയ്ക്കൊരു ഫംഗ്ഷന് പോകാനുണ്ട്, അപ്പോൾ അതിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ എന്തായാലും വന്നതല്ലേ, ഇന്ന് ആദ്യമെങ്കിലും നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ സെലക്ട് ചെയ്ത് തല പോയിക്കാനൊന്നും നിന്നില്ല. കണ്ടതിൽ ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് നേരെ പോയി പാക്ക് ചെയ്തെടുത്തു. ഞാനവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പോക്കിന് വേണം അതൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ കട്ടെടുത്ത് വരാമല്ല കേട്ടോ, കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അത്രക്കാരിയല്ല. അങ്ങനെ വന്ന കാര്യം നടന്നില്ലെങ്കിലും വേറൊരു കാര്യം നടത്തിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും തന്നെ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. ടൈം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബില്ല് ചെയ്ത് താഴെ വന്ന് നോക്കുമ്പോൾ ഷട്ടറൊക്കെ ഏകദേശം പകുതി അടച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേഗം ഇറങ്ങി പോവാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. അപ്പോൾ ഫ്രോസ്റ്റിക്ക് വാങ്ങിക്കാൻ പോയിരിക്കുക. ഫ്രോസ്റ്റിക്ക് എവിടെ കണ്ടാലും മക്കതിക്ക് ചാടി വീഴും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പതുക്കെ സംസാരിച്ച് അങ്ങനെ തിരിച്ച് റൂമിലേക്ക് വന്നു. ഇവിടെ നൈറ്റ് ലൈഫ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ സമയമൊക്കെ ആയപ്പോഴത്തേനും ഒരുവിധം എല്ലാ ഷോപ്പുകളും അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.